അങ്ങനെ ഞാനും അമ്മയും സാധനമൊക്കെ വാങ്ങിക്കാൻ പോവാണേ. പോകുന്ന വഴിക്ക് ഈ ഒരു ഫ്രൂട്ട്സിന്റെ കട കണ്ടിട്ട് ഇവിടെ കയറിയേ. അധികം ഞാൻ ദേ ഇവിടുന്ന് തന്നെയാണ് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാറുള്ളത്. എപ്പോ ഈ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ കുറച്ച് കാലമൊക്കെ ഡയറ്റ് ഒക്കെ എടുത്തായിരുന്നു. ആ ടൈമിലാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കഴിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് കിട്ടിയത്. ഡയറ്റ് എടുക്കാൻ കാരണം ഞാൻ മെലിയാനോ വെയിറ്റ് കുറയാനോ അങ്ങനെ ഒന്നുമല്ല. എനിക്ക് കുറച്ച് ഹോർമോൺ ഇംബാലൻസ് പ്രശ്നങ്ങൾ കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്നോട് ഡോക്ടർ മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഡയറ്റ് ഡയറ്റ് ഡയറ്റ്. പക്ഷെ ഞാനത് അത്ര മൈൻഡ് ആക്കാത്തൊരു ആളാണ്. പക്ഷെങ്കിൽ എനിക്ക് പണി കിട്ടുമ്പോൾ എന്റെ ഫേസ് ഒക്കെ എനിക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെ ഇരിക്കും. ആ ഒരു ടൈമിലാണ് ഞാൻ വീണ്ടും ഡയറ്റിലേക്ക് മാറുന്നത്. ഞാൻ പ്രോപ്പർ ആയിട്ട് ഡയറ്റ് ഒക്കെ എടുത്ത ഒരാളായിരുന്നേ. പക്ഷെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നേ. അന്ന് മുതൽ എനിക്ക് പിന്നെ അതുപോലെ എനിക്ക് ഡയറ്റ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പാണ് ഞാൻ ആ ഒരു തീരുമാനത്തിൽ വീണ്ടും എത്തിയത്. അങ്ങനെ ഇവിടുന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ മമ്പറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഈ ഒരു പച്ചക്കറി കടയിൽ നിന്നാണ് അമ്മ എപ്പം പച്ചക്കറി ഒക്കെ വാങ്ങിക്കുന്നത്. അവിടുന്ന് കുറച്ച് എനിക്ക് സാലഡ് ഒക്കെ ആക്കാൻ അവിടുന്ന് കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ ഒന്ന് കയറിയേ. ഇതിപ്പോ ഞാനിങ്ങനെ ഇടക്കിടക്ക് സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് വരുന്ന ഈ ഒരു വീഡിയോ ഇടുമ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കൂലേ, അന്റെ വീട്ടിൽ ആണുങ്ങളില്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കൂലേ. എന്റെ വീട്ടിൽ ആണുങ്ങളില്ല കേട്ടോ, കാരണം അച്ഛൻ പുറത്താണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഞാനും അമ്മ തന്നെയാണ് പുറത്ത് പോവുകയൊക്കെ ചെയ്യാറ്. വീട്ടിൽ ആണുങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളാന്ന് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം എല്ലാം അവര് തന്നെയാണല്ലോ നോക്കുന്നത്. ബാക്കിയൊന്നും ആർക്കും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇത് ഒരു വീട്ടിലെ എ ടു സെഡ് കാര്യം വീട്ടമ്മ തന്നെ നോക്കാന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരും തലയിൽ തന്നെയാണ്. ഞാനും ഏച്ചിയും അമ്മയും നമ്മൾ മൂന്നാളാണ് വീട്ടിലുള്ളത്. അപ്പൊ എല്ലാ കാര്യവും നമ്മുടെ തലയിൽ തന്നെയാണ് ഉള്ളത്. ഒരു വീട്ടിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. പച്ചക്കറി കടന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അധികം സാധനമൊക്കെ വാങ്ങിക്കാൻ ഇവിടെ കയറാറുണ്ട്. ഞാനിവിടെ മെയിൻ ആയിട്ട് കയറുന്നത് പയ്യോളി മിക്സറൊക്കെ വാങ്ങിക്കാനായിരുന്നു ആദ്യമൊക്കെ. കാരണം ഇവിടുത്തെ പയ്യോളി മിക്സറിന് നല്ല ടേസ്റ്റ് ആണ്. നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പയ്യോളി മിക്സറിനേക്കാളും വെറൈറ്റി ടേസ്റ്റ് ആണ് ഇവിടുത്തെ പയ്യോളി മിക്സറിന്. അങ്ങനെ നമ്മൾക്ക് വേണ്ട സാധനമൊക്കെ വാങ്ങിച്ച് അമ്മ കുറെ പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് എനിക്ക് ഡയറ്റിന് വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് വിടുകയാണ്. വീട്ടിലെത്തിയിട്ട് ഇത് സാധനമൊക്കെ അകത്തൊക്കെ എടുത്ത് വെക്കാണ്. ബാക്കി വിശേഷം ഞാൻ അടുത്ത വീഡിയോ പറയാമേ. ഓക്കെ.